ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മർക്കോസ് വിശേഷം അധ്യായം 6. അക്കാലത്ത് യേശു ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കുവാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. യേശു കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതി വയ്ക്കരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുകളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രേക്ഷിത ദൗത്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിന്റെ 15ാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ദൈവം പ്രേക്ഷിത ചൈതന്യം നമ്മളിൽ നിറയ്ക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ വായന ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളി സ്വീകരിച്ചുകൊണ്ട് ആമോസ് യൂദയായിൽ പ്രവചിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തപ്പോൾ അധികാരികൾ അത് തടയുകയാണ്. നീ ഈ ദേശത്ത് പ്രവേശിക്കരുത്, രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണിത്. ആമോസ് അതിന് നൽകുന്ന മറുപടി ഇതാണ്: ഞാനൊരു പ്രവാചകനല്ല, പ്രവാചക പുത്രനുമല്ല, ഞാൻ ആട്ടിടയനാണ്. സിക്കമോർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എൻ്റെ ജോലി. ആടുമേച്ച് നടന്ന് എന്നെ വിളിച്ചത് കർത്താവാണ്. അവിടുന്ന് അരുൾ ചെയ്തതനുസരിച്ചാണ് ഞാൻ പ്രവചിക്കുന്നത്. നോക്കൂ, ഓരോ മനുഷ്യൻ്റെയും വിളിയുടെ ആഴവും അർത്ഥവും ഇന്നത്തെ ആദ്യ വായന ഓർമ്മപ്പെടുത്തുന്നു. നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, ഐക്യപ്പെട്ടിരിക്കുന്നത്, കൃപാവരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് അവിടുന്ന് നമ്മെ വിളിച്ചതുകൊണ്ടാണ്, തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, അയച്ചതുകൊണ്ടാണ്. ഇന്നത്തെ 2ാമത്തെ വായന അപ്പോസ്തലനായ പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളതാണ്. അവിടെ അപ്പോസ്തലൻ അഭിമാനത്തോടും വളരെ സ്നേഹത്തോടും ശാഠ്യത്തോടും കൂടി ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ബലം നമ്മെ നയിക്കണമെന്നും ലോക അരൂപിയിൽ വീണു പോകരുത് എന്നും അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിലും സ്തുതിക്കും വേണ്ടി ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. അപ്പോസ്തലനായ പൗലോസും നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെയും വിളിയെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത് ഈ ഒരു പ്രേക്ഷിത ചൈതന്യത്തിലേക്കാണ്. ആത്മാവിൻ്റെ കൃപയും ശക്തിയും കൂടാതെ നമുക്കൊരിക്കലും ഈ ദൗത്യം നിർവഹിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം ഏറ്റവും മഹത്വപൂർണവും ദൈവികവുമാണ്. സുവിശേഷത്തിലൂടെ യേശു തൻ്റെ ശിഷ്യന്മാരെ വിവിധ ദേശങ്ങളിലേക്ക്, ഗ്രാമപ്രദേശങ്ങളിലേക്ക് അയക്കുകയാണ്. ചില നിർദ്ദേശങ്ങൾ യേശു നൽകുന്നുണ്ട്. ദൈവരാജ്യ നിർമ്മിതിക്കായി പ്രധാനമായി സുവിശേഷം പ്രസംഗിക്കുക, പിശാചുകളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യപ്പെടുത്തുക. ഭൂമിയിൽ സ്വർഗം ദാനമായി നൽകിയ നന്മകൾ ദാനമായി പങ്കുവയ്ക്കുവാനുള്ള
വലിയ ഉത്തരവാദിത്വവും ക്രിസ്തു അവർക്ക് നൽകുന്നുണ്ട്. നാം ഈ ഭൂമിയിലെ ഒരു ശക്തിയുടെയും ബലത്തിലല്ല ദൈവത്തിൻ്റെ രാജ്യത്തെ പ്രഘോഷിക്കേണ്ടത്. ഈ ഭൂമിയിലെ അപ്പവും സഞ്ചിയും പണവും സൗഭാഗ്യങ്ങളുമല്ല നമ്മെ നയിക്കേണ്ടത്. മറിച്ച് വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ദൈവത്തോടുള്ള വലിയ ആശ്രയബോധവുമാണ് നമ്മെ നയിക്കേണ്ടത്. പണമോ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല ദൈവരാജ്യം നിർമ്മിക്കേണ്ടത്, മറിച്ച് രക്ഷയുടെ ദൈവവചനം കൊണ്ടാണ്. അപ്രകാരം കരുണയുടെ നിറഞ്ഞ ഹൃദയവുമായി ക്രിസ്തുവിൻ്റെ മനസ്സിനൊത്ത് ലോകത്തിൽ സുവിശേഷ സാക്ഷികളാകുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷം ലോകത്തോട് പറയാം. ഈ ഭൂമിയിൽ മറ്റുള്ളവർ രക്ഷയിലേക്ക് വരുവാൻ, മാനസാന്തരത്തിലേക്ക് വരുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും വചന പ്രഘോഷണം ആവശ്യമാണ്. നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹ ചൈതന്യം പകരാൻ നമുക്ക് സാധ്യമാകണം. ഈ പുണ്യഭൂമിയിൽ നാം ജീവിക്കുവോളം കർത്താവിൻ്റെ കരുണയും സ്നേഹവും പങ്കുവയ്ക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നാം ഏറ്റെടുത്ത ദൈവിക ദൗത്യം വിശ്വസ്തയോടുകൂടി നിറവേറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും കൃപകളും നമ്മുടെ മേൽ ചൊരിയണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ